So hey boys, Action Dude. ഞാൻ രാഹുൽ മനോജ്. ഗൈസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഡ്യൂഡ് യൂട്യൂബ് ചാനലാണ്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആക്ഷൻ ഡ്യൂഡ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പല സ്ഥലത്തും സബ്സ്ക്രിപ്ഷൻ എടുക്കുമായിരിക്കും. യൂട്യൂബിലുള്ള ചാനലുകളിൽ ഒന്നായ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു പൈസ മുടക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊക്കെ പറഞ്ഞിട്ട് ഗൈസ് നിങ്ങളൊന്ന് ചെയ്യണം ഗൈസ്. ഓക്കെ, കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണം. വീഡിയോ ലൈക്ക് അടിച്ചാലേ ഗൈസ് എനിക്കൊരു മോട്ടിവേറ്റ് ആവത്തുള്ളൂ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സുണ്ട്. അപ്പൊ നിങ്ങൾ കാണിക്കുക സുഹൃത്തുക്കളെ. അപ്പൊ ഇതിന് മുന്നേറ്റ് ചില വീഡിയോസുകൾ ചിലവർ പറഞ്ഞു എന്റെ അടുത്ത്, ബ്രോ ഇൻഡോറിൽ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് കുറവാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ലൈറ്റ് ഉണ്ടല്ലോ, എന്റെ മുഖത്ത് ഇപ്പൊ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഞാനിപ്പോ ഇവിടെ വേറെ ഒരു അഡീഷണൽ സ്പോട്ട് ലൈറ്റോ വേറെ ഒരു ലൈറ്റും വെച്ചിട്ടില്ല. വെച്ചിരിക്കുന്ന ലൈറ്റ് എന്ന് വെച്ചാൽ ഇതാ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റ്. ഈ ലൈറ്റിന്റെ അപ്പുറം വേറെ ഏതൊരു ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലൈറ്റ് ഇത് മതി. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. കാലങ്ങൾക്ക് ശേഷം ഞാനൊരു ഓപ്പോ ഫോൺ അൺബോക്സിംഗ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓപ്പോ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തതെല്ലാം ഓപ്പോ ഫോണിലാണ്. ഓപ്പോ എന്ന് പറയുന്ന ഫോണുകളോട് പ്രത്യേകം ഞങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ട്. കുറെ നാൾക്ക് ശേഷം വീണ്ടും ഒരു ഓപ്പോ ഫോണിന്റെ അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഓപ്പോ ഫോൺ അല്ല, ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും കാണാൻ നല്ലൊരു അടിപൊളി ഫോണാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഫോണാണ്. കണ്ടില്ലേ, ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 835G എന്ന് പറയുന്ന ഫോണാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആണ്. ഇപ്പൊ കുറച്ച് നാളോട് കഴിയുമ്പോൾ വീണ്ടും കുറെ ഫോണുമാർ ഇറക്കും. അപ്പൊ ഇത് ലേറ്റസ്റ്റ് മാറും. എന്തായാലും ഇപ്പൊ ഇത് ലേറ്റസ്റ്റ് ആണ് തോന്നുന്നു. കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ 835G ഇതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. ഗൈസ്, ഇതിന്റെ ബോക്സ് കണ്ടില്ലേ, ബോക്സിൽ നല്ല ഫോണിന്റെ പടമുണ്ട്. നല്ലൊരു വൈറ്റ് സിൽവർ ഫ്രെയിമും ഓപ്പോയുടെ ബ്രാൻഡിങ് ഒക്കെ വരുന്ന ഒരു ബോക്സ് ആണ്. അപ്പോൾ ബോക്സിനെ കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുമല്ല. അപ്പോൾ യൂട്യൂബിന് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു അൺബോക്സിംഗ് കാണാം. വെറും ഒരു അൺബോക്സിംഗ് അല്ല, ക്വിക്ക് ആക്ഷൻ അൺബോക്സിംഗ്. ഓക്കെ, അൺബോക്സിംഗ് കഴിഞ്ഞു. കണ്ടോ, ഇതാണ് ഫോൺ. ഇതിപ്പോ കവർ ഇട്ടേക്കുവാണ്. ഈ ഒരു ഫോണിന്റെ കൂടെ വരുന്ന ഒരു TPU കേസ് ആണ്. പിന്നെ ഇതിന്റെ കൂടെ ക്ലിയർ കേസ് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരു കവറാ കിട്ടുന്നത്. ആണ്ട ഇവിടെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ക്ലിയർ കേസ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ബ്രാൻഡുകളൊക്കെ ഇങ്ങനത്തുള്ള വെറൈറ്റി കവറാണ് കൊടുക്കുന്നത്. ഓപ്പോ ഇപ്പൊ ഇങ്ങനെയൊക്കെ മാറിയെന്ന് ഞാൻ അറിഞ്ഞതുപോലില്ല. പറഞ്ഞില്ലേ, കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഓപ്പോ ഫോൺ അൺബോക്സ് ചെയ്തത്. പിന്നെ ഇതുപോലത്തെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ ഒരു രസമാണ്. അതിനകത്ത് ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് കിട്ടും. ബോക്സ് തുറക്കും, ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇങ്ങനെ ഇരിക്കും, അത് എടുക്കും. പിന്നെ ഇയർഫോണൊക്കെ പണ്ട് കിട്ടുമായിരുന്നു. ഇയർഫോണൊക്കെ എടുത്ത് മാറ്റി അടിപൊളി വലിയൊരു യമണ്ടൻ ചാർജർ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. എത്ര 45 വാട്ട്സിന്റെ ഒരു ചാർജർ ഇതിന്റെ കൂടെ വരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ ഫോണുകളുടെ ബോക്സ് ഇങ്ങനെ തുറന്നിട്ട്, ഇതെന്തെങ്കിലും കെമിക്കലിന്റെ മണമാണ്, എന്നാലും നല്ലൊരു മണമാണ്. പണ്ട് തൊട്ടേ ഫോണുകളുടെ ബോക്സിന്റെ മണക്കുന്ന ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ ഫോണിന്റെ ബോക്സിന്റെ മണമൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഈ ഫോണിന്റെ ബോക്സിൽ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ കവർ നൂരട്ടെ. ഇതാ എന്റെ കയ്യിരിക്കുന്ന ഫോൺ എന്ന് വെച്ചാൽ നെബൂല റെഡ് എന്ന് പറയുന്ന ഒരു കളർ വേരിയന്റ് ആണ്. കണ്ടില്ല, നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ്. ഈ ഓപ്പോ ഇവന്മാരുടെ ഡിസൈൻ ഒരു പ്രത്യേക ഇതാണ്. അപ്പൊ നെബൂല റെഡ് ആണ് എന്റെ കയ്യിരിക്കുന്നത്. നെബൂല റെഡ് 8GB റാം 128GB സ്റ്റോറേജും ഉള്ള ഫോണാണ് എന്റെ കയ്യിരിക്കുന്നത്. ഇതിന്റെ ഇൻഹാൻഡ് ഫീലൊക്കെ കൊള്ളാം, അടിപൊളിയാട്ടോ. ഇൻഹാൻഡ് ഫീലൊക്കെ സൂപ്പറാണ്. പിടിക്കാനൊക്കെ നല്ലൊരു ബോക്സി, ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫോൺ എന്ന് വെച്ചാൽ തറയിൽ വീണാൽ അങ്ങനെ പൊട്ടാത്തൊരു ഫോണാണ്. അതായത് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് പ്രൂഫ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പവർഫുൾ ഫോണാണ് ഗൈസ്. ഇത് അങ്ങനെ തറ വീണാൽ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റത്തില്ല എന്നാണ് കമ്പനി ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ 120 Hz സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. LED അല്ല, LCD ഡിസ്പ്ലേ ആണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രേ വരത്തുള്ളൂ. മോശമായിട്ടുള്ള ഡിസ്പ്ലേ അല്ല, നല്ല അടിപൊളി 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ. പിന്നെ ഓവർ 4 years ഡ്യൂറബിലിറ്റി ബാറ്ററി, 45 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്, അതിനകത്ത് സ്പ്ലാഷ് ടച്ച് ഉണ്ട്. വിത്ത് IP54 റേറ്റിംഗ് വരുന്നുണ്ട്.
അപ്പൊ ചെറിയ പൊടികളും കാര്യങ്ങളും വെള്ളമൊക്കെ നനച്ചാലും പിന്നെ ഇത് വെള്ളത്തിൽ വേണമെങ്കിൽ മുക്കിയിടാം. പക്ഷെ മുക്കിയിട്ട് നമ്മൾ നോക്കത്തില്ല. എന്നാലും അങ്ങനെ കമ്പനി പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. വെള്ളത്തിൽ മുക്കിയിട്ട കുഴപ്പമില്ല, തറയിൽ വീണ വലിയ കുഴപ്പമില്ല, പവർഫുൾ ബിൽഡ് ആണ്. അതാണ് ഇതിന്റെ മെയിൻ ക്വാളിറ്റി. ഈ ഓപ്പോയുടെ എ സീരീസിൽ ഈ ഫോണിൽ A3 5G എന്ന് പറയുന്ന ഫോണാണ് എന്റെ കയ്യിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു പ്രോ വേരിയന്റ് ഉണ്ട്, അതായത് ഓപ്പോ A3 Pro 5G എന്ന് പറയുന്ന ഫോണും കൂടി ഉണ്ട്. അതിൽ വേറെ കുറച്ച് കളർ വേരിയൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു ഫോൺ LED ഡിസ്പ്ലേ ആണ്, ഇത് LCD ഡിസ്പ്ലേ എന്നേ ഉള്ളൂ. പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം സെയിം ആണ് ഈ ഫോണും ആ ഫോണുമായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡിസൈനെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. മറ്റേ ഡിസൈൻ എന്ന് വെച്ചാൽ അതിൽ 3 ക്യാമറയുണ്ട്. റിംഗ് ലൈറ്റ് പോലത്തുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് അതിൽ വരുന്നത്. ഇതിൽ സാധാ ഒരു റൗണ്ടഡ് ഫ്ലാഷ് ലൈറ്റ് ആണ്. ഒരു ഐഫോണിന്റെ കൂട്ടൊക്കെയുള്ള ഡിസൈൻ ആണ്. പിന്നെ വിവോന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നല്ലോ Y സീരീസിലുള്ള ആ ഒരു ഫോണിന്റെ ഒരു ഡിസൈൻ പോലെയും തോന്നുന്നുണ്ട് കണ്ടിട്ട്. പിന്നെ ഈ ഫോൺ ഇങ്ങനെ ചെവിയിലോട്ടൊക്കെ വെക്കുമ്പോൾ പിടിക്കാൻ കാണുന്ന ആൾക്കാർക്ക് നല്ല രസമാണ്. ഇത് ഏതാ ഫോൺ വന്നു നോക്കിപ്പോ അങ്ങനെ ഒരു ഡിസൈനാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. സോ കുറെ നാളായി ഇങ്ങനത്തെ ഉള്ള ഡിസൈൻ ഫോണൊക്കെ കണ്ടിട്ട്. അതാ ഗൈസ്, അപ്പോൾ നല്ലൊരു ഫോണാണ്. ഇത്ര എനിക്ക് പറയുള്ളൂ, അടിപൊളി ഫോണാണിത്. അപ്പോൾ ഗൈസ് ഇതിന്റെ വില വരുന്നത് ഒരു 15 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോ ഇല്ലേ, ഓഫ്ലൈൻ ഷോപ്പുകളിലും ഓൺലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. എല്ലാവരും അടുത്തുള്ള ഷോപ്പുകളിലാണ് ഇങ്ങനത്തെ ഉള്ള ഫോണൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ കുറെ നാൾക്ക് ശേഷം കടയിൽ പോയി ഞങ്ങൾ അവർ പറയുന്ന കേട്ട് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്ന കേട്ട് ഒരു സാധനം വാങ്ങിച്ചു. അപ്പോൾ ഈ ഫോൺ മെയിൻ വാങ്ങിക്കാൻ കാരണം എൻ്റെ മമ്മിയുടെ ഇതിന് മുന്നേ ഉപയോഗിച്ച മോട്ടോറോള ഫോൺ ഡിസ്പ്ലേ എന്തോ ഗ്ലിച്ചും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഈ കാലത്ത് നമുക്ക് ഫോൺ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അത് പെട്ടെന്ന് ഒരു വിലക്കുറവിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ പെട്ട ഒരു ഫോണാണ് ഇത്, ഓപ്പോ A3. അപ്പോൾ മമ്മി മോട്ടോറോള യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ വീണ്ടും തിരിച്ച് ഓപ്പോയിലേക്ക് ഞങ്ങൾ വന്നു. ഇത് അടിപൊളിയാണ്. ഓപ്പോ ഫോൺ എന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ചെടുക്കാം. പിന്നെ ഈ ഫോണിൽ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരും. OS അപ്ഡേറ്റ് എത്രയെന്ന് അറിഞ്ഞൂടാ, ഇനി 2-3 വർഷം കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം ഓപ്പോയുടെ ലേറ്റസ്റ്റ് OS ഒക്കെയാണ് കിടക്കുന്നത്. കളർ OS എത്ര കിടക്കുന്നത് അപ്പോൾ ഗൈസ് നോക്കൂ. കളർ OS Android 15. അപ്പോൾ ഈ Android 15 ആണ് കിടക്കുന്നത്. കളർ OS 14 ആണ് കിടക്കുന്നത്. എന്നിട്ട് എന്തോ ഒരു അപ്ഡേറ്റ് വന്നെളുപ്പുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഗൈസ് കളർ OS 14.0 ആണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ഗൈസ് ഇതിന്റെ പ്രോസസ്സർ വരുന്നത് Dimensity 6300ന്റെ ഒരു അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഗെയിം ഓൺ ആക്കുമ്പോൾ ഗെയിം എൻഹാൻസ്ഡ് മോഡൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അടിപൊളി ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സെറ്റ് ആണ് ഇത്. ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയാൽ മിനിമം ഒരു 14,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഓപ്പോയുടെ A സീരീസ് ഫോണാണ്. മാത്രമല്ല ഇതൊരു 5G ഫോണും കൂടിയാണ് ഗൈസ്. പിന്നെ ഇതിന്റെ തന്നെ പ്രോ വേരിയന്റ് ഉണ്ട്, A3s Pro എന്ന് പറയുന്ന വേരിയന്റ് ഉണ്ട്. പക്ഷെ അതിനെ കാട്ടി ഇത് കൊള്ളാം. പിന്നെ ഇതൊരു LCD ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെളിയിറങ്ങിയെന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറയെ കുറിച്ചൊന്ന് പറയാൻ കൂടിയായിരുന്നു. പിന്നെ ഇതിന്റെ ക്യാമറ എന്തോ ഇന്നോവേറ്റീവ് AI ക്യാമറ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ സെൻസർ 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റും. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് കാണാൻ. 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണല്ലോ. പിന്നെ വീഡിയോയിൽ നമുക്ക് മാക്സിമം ബാക്കിൽ 1080p 60 FPS വരെ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ടിൽ 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാം. മാക്സിമം 60 FPS ഫ്രണ്ട് ക്യാമറ കിട്ടത്തില്ല, 30 FPS വരുള്ളൂ. അല്ലെങ്കിൽ ഗൈസ് 4K ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്റ്റോറേജ് ഒക്കെ പെട്ടെന്ന് പോകുന്ന പറഞ്ഞ് 4K വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല. ഞാനും എന്റെ ഐഫോണിൽ 4K വീഡിയോസ് ഒന്നും അധികം എടുക്കാറില്ല. ഫുൾ HD തന്നെയായിരിക്കും എപ്പോഴും. 2 ക്യാമറയുണ്ട്. ഫ്രണ്ടിൽ എത്ര മെഗാ പിക്സൽ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ബാക്കിൽ 50 മെഗാ പിക്സൽ ആണ് ഉള്ളത്. പിന്നെ ഓപ്പോയുടെ ഫോൺ ആയതുകൊണ്ട് ഇതിന് ക്യാമറയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ മുഖമൊക്കെ നല്ല വെളുപ്പിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് ആക്കി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ആ ഒരു പരിപാടി ഇതിനകത്തുണ്ട്, വെളുപ്പിക്കുന്ന പരിപാടി. അതെനിക്ക് ഇഷ്ടമാണ്. ഓപ്പോയുടെ ആ ഒരു ഫൺ ഫാക്ടറാണ്. പിന്നെ നല്ല ബൂസ്റ്റഡ് കളേഴ്സ് ഒക്കെയാണ് ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ഇതൊരു നല്ലൊരു സെറ്റാണ്. കുറെ നാൾക്ക് ശേഷം ഒരു ഓപ്പോ ഫോൺ വീട്ടിൽ വാങ്ങിച്ച് അൺബോക്സ് ചെയ്ത് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഓപ്പോ ഫോണിലും എഡിറ്റ് ചെയ്തതും എല്ലാം ചെയ്ത് ഓപ്പോ ഫോണുകളിൽ നിന്നാണ്. അപ്പോൾ ഗൈസ് ഈ ഫോൺ എന്റെ മമ്മിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത്. മമ്മിക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതിന്റെ ആ ഒരു പ്രോ സീരീസ് ആയിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മമ്മിയുടെ ആവശ്യത്തിന് ഇതൊക്കെ മതി. പിന്നെ ആ ഒരു ഫോണിന് 18 രൂപയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി ചെക്ക്ഔട്ട് ചെയ്യുക. മറ്റു ബ്രാൻഡുകളെ കുറിച്ച് ഞാൻ നോക്കിയില്ല. എന്തായാലും ഈ ഫോൺ ഞാൻ ഉപയോഗിച്ചു. ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പെർഫോമൻസ് കൊള്ളാം. നല്ലൊരു ചിപ്പ് സെറ്റ് ഉണ്ട്. അത്യാവശ്യം ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാം. ഫ്രീ ഫയർ ഒക്കെ വേണമെങ്കിൽ മാക്സിലൊക്കെ ഇട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ്, മൊത്തത്തിൽ നല്ലൊരു ഫോൺ. അപ്പോൾ എന്തായാലും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ് ഓപ്പോ A3s ഫോൺ അൺബോക്സിംഗ് വീഡിയോ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ വിത്ത് ഓപ്പോ.